അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു മരണമാസന്നമായ സമയത്ത് തന്റെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ ഒരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവിടുന്ന് അവർ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഉഅ്ബുദില്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഓ അബൂദർദായെ, നീ ആരാധന ചെയ്യുമ്പോൾ അല്ലാഹു തആലയെ നീ കാണുന്നത് പോലെ ആരാധന ചെയ്യണം. യഥാർത്ഥത്തിൽ അല്ലാഹു തആലയെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഖൽബിൽ എപ്പോഴും വെക്കണം. അങ്ങനെ നീ ഇബാദത്ത് ചെയ്യണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തു, വഅദുദ് നഫ്സക ഫിൽ മൗതാ. നിന്റെ ശരീരത്തെ നീ മരണപ്പെട്ടവരിൽ കൂടി എണ്ണണം. നമ്മുടെ ശരീരം മരണപ്പെട്ടവരിൽ കൂടി എണ്ണുമ്പോൾ മരിച്ചവർക്ക് ഭാവിയും ഭൂതവും കുറിച്ച് യാതൊരു സങ്കടം ഉണ്ടാവില്ല. മരിച്ചവർക്ക് കഴിഞ്ഞു. അതേപോലെ ആയിരിക്കും നമ്മൾ ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ചിന്തിച്ച് നമ്മൾ ടെൻഷനായി ജീവിക്കാതെ എല്ലാ സമയം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട രൂപത്തിൽ ജീവിക്കുക. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നു, വ ഇയ്യാക വ ദഅവത്തുൽ മദ്ലൂം ഫഇന്നഹാ തുസ്തജാബ്. ഓ അബൂദർദായെ, നീ ആക്രമിക്കലിനെ നല്ലോണം സൂക്ഷിക്കണം. കാരണം ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അല്ലാഹു തആല വേഗം ഉത്തരം നൽകും. അതുകൊണ്ട് നീ ഒരാളെയും ആക്രമിക്കരുത്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. ഈ കാര്യങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്താണ്.